എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ഉണ്ടാകണം. കൃത്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്ന് മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാൻ വന്നത്, ബാഡ് കമൻസ് രണ്ട് മൂന്ന് പേര് ബാഡ് കമൻസ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, മാക്സി ഇട്ട് അല്ലെങ്കിൽ നൈറ്റി ഇട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അതിലും വൃത്തികെട്ട വേഷമായിട്ട് ഓരോരുത്തർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്കത് വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. എൻ്റെ സാധാരണ ഒരു ദിവസത്തെ ഒരു വ്ളോഗായിട്ടോട്ട് ഞാൻ ഇട്ടത്. നിങ്ങൾ ബാഡ് കമൻറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ വീട്ടിലുള്ളവർ, എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എനിക്കൊരു കുട്ടിയുണ്ട്, എൻ്റെ കുട്ടി ആയിക്കോട്ടെ, ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഓൾക്ക് നല്ലോണം വായിക്കാനൊക്കെ പറ്റും. ഈ കമൻറ്റ്സൊക്കെ ഓൾ വായിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തന്നെ അത് വായിച്ചിട്ട് എനിക്ക് തന്നെ അത്രയും ദേഷ്യം പിടിച്ച്. അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ. അതുകൊണ്ട് ബാഡ് കമൻറ്റ്സ് ഒഴിവാക്കുക. പിന്നെ എന്താ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടൊക്കെ ഉണ്ടോ? എന്താ, എൻ്റെ മുഖവും കണ്ണുമൊക്കെ എന്തോ പോലുള്ള ഉണ്ടല്ലേ? എനിക്ക് സുഖമല്ല. എനിക്ക് 365 ദിവസം സൂക്കേടാ. ഇന്നത്തെ സൂക്കേട് വന്നിട്ട് പല്ല് വേദന, ഒരു സൈഡ് നീങ്ങിയതുപോലെ ഉണ്ട്, ഒരു കവിള് പല്ലുവേദന, പിന്നെ തലവേദന, പിന്നെ കാലും കൈ വേദന, ഒരിടവും വേദന ഇല്ലാത്ത എല്ലാം സൂക്കേട് മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് സന്തോഷം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ദിവസം ഏട്ടനൊന്ന് വണ്ടിയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടപ്പാണ്. പ്ലാസ്റ്റർ ഇട്ട് ഒരു മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോൾക്ക് സുഖമല്ല. പിന്നെ ഏട്ടന് സുഖമല്ല. അപ്പോൾ പോകുന്ന ലൈഫ്. നിങ്ങൾക്കൊക്കെ സുഖം തന്നെ. പിന്നെ എന്താ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ബാക്കി ഇടാമെന്ന് ഓർത്തതിന് അതിനൊന്നും മനസ്സില്ല. ഇപ്പം മനസ്സിൽ തന്നെ ഒരുപാട് സങ്കടമുണ്ട്. നമുക്കോരോ അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മുടെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്ത വരിക. അതുവരെ നമ്മൾ നമുക്കൊരു അസുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ് നോക്കാനുണ്ടാവില്ല. ഇപ്പം എനിക്കൊരു അസുഖം വന്നാലും എൻ്റെ ഭർത്താവും കുട്ടിയല്ലാണ് എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. എൻ്റെ സ്വന്തം അമ്മ കൂടി ഉണ്ടാവില്ല. ഒരു നേരത്തെ വെള്ളം തരണമെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം തരണമെങ്കിലോ ഒക്കെ എൻ്റെ ഭർത്താവ് എൻ്റെ മോളും തന്നെയായിരിക്കും ചെയ്യുക. അല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല. നമുക്ക് സൂക്കേട് വരുമ്പോഴായിരിക്കും ഓരോരുത്തർ മനസ്സിലാക്കാൻ പറ്റുക. ബാഡ്